നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. 2010-2012 കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാനിന്ന് പറയുന്നത്. ഒരു മൂകാംബിക യാത്ര. എൻ്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയും കൂടി മൂകാംബികയിലേക്ക് ഒരു യാത്ര തിരിച്ചതാണ്. പുതിയൊരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓടിച്ചു പോവുകയായിരുന്നു. അപ്പോൾ 2012 അഥവാ 2010-2012 കാലഘട്ടം എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഏകദേശം ഒരു 20-22, അതായത് ലൈസൻസ് കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു കാലഘട്ടത്തിലെ കഥയാണ്. കാലത്ത് അവർ യാത്ര തിരിച്ചു. വൈകിട്ട് ഒരു 5-5:30 ആയപ്പോൾ മൂകാംബിക എത്തി. യാദൃശ്ചികമായിട്ട് കാറിൻ്റെ ടയർ പഞ്ചറാവുകയും, സ്വതവേ നമ്മൾ കാറിൻ്റെ ടയർ പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിലോ കാറ് പഞ്ചർ ഷോപ്പിലേക്ക് പോവുകയാണ് ചെയ്യുക. മിക്ക പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് ഒരു പഞ്ചർ ഷോപ്പ് കാണും. ഇവിടെയും സംഭവം അത് തന്നെയാണ് ഉണ്ടായത്. പഞ്ചർ ഷോപ്പിലേക്ക് പോയി. പക്ഷേ കാറല്ല പോയത്, പകരം കാറിൻ്റെ ടയറാണ് പഞ്ചർ ഷോപ്പിലേക്ക് പോയത്. അതായത് എൻ്റെ ഫ്രണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ടയർ ഊരിയെടുത്തു. അതായത് ടയർ ഊരി ആ ടയറും കൊണ്ട് ഓട്ടോറിക്ഷയിൽ ആ ടയറും കൊണ്ട് പഞ്ചർ ഷോപ്പിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഒന്നിലോ പഞ്ചർ ഒട്ടിക്കുന്ന സ്ഥലത്തേക്ക് കാർ ഓടിച്ചു പോയാൽ മതിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, പുള്ളിയുടെ പാരൻസൊക്കെ കുളിക്കാൻ പോയ നേരത്ത് കുറച്ച് ആത്മാർത്ഥത കൂടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച്, അതായത് എനിക്കെല്ലാം ഒരു വെറൈറ്റി വേണ്ടിയിട്ടോ എന്തോ അറിയില്ല, കാറിൻ്റെ ടയർ ഊരി ഓട്ടോറിക്ഷ വിളിച്ച് ടയർ പഞ്ചർ ഒട്ടിച്ച് ആ ടയറോട് കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പുള്ളിയുടെ ഫാദർ എന്നിട്ട് കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിനെ കാണാനില്ല. അപ്പോൾ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മാതാവ് പറഞ്ഞു, അവൻ പഞ്ചർ ഒട്ടിക്കാൻ പോയിക്കാന്ന് പറഞ്ഞു. കാറല്ലേ എവിടെ കിടക്കുന്നത്, പിന്നെ ഇങ്ങടെ പഞ്ചർ ഒട്ടിക്കാൻ പോയണേ. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ തിരിച്ചു വരുന്നത്. പറഞ്ഞു, ഞാൻ പഞ്ചർ ഒട്ടിക്കാൻ പോയതാ. അപ്പോൾ പറഞ്ഞു, നീ പഞ്ചർ ഒട്ടിക്കാനകത്ത് ഓട്ടോറിക്ഷയിൽ വരുന്നത്, ഞാൻ ടയർ ഊരി കൊണ്ടുപോയി പഞ്ചർ ഒട്ടിച്ചു വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ പിന്നെന്താ പറഞ്ഞെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞത്. അതായത് സംഭവം ഭയങ്കര കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലും അതൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ പല വ്യത്യസ്തമായ പല വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ദയവായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.